ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീൻ അദ്ദറസു ആഷിർ 10ാമത്തെ പാഠം ലില്ലുൽ അർഷ്, അർഷിൻ്റെ തണൽ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂര്യൻ ഒരു മൈൽ ദൂരെ കത്തി നിൽക്കും. സൂര്യൻ ഒരു മൈൽ ദൂരത്ത് കത്തി നിൽക്കും. ജനങ്ങൾ അമലുകളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങും. ചിലർ ഞെരിയാണി വരെ, ചിലർ മുട്ടുവരെ, ചിലർ നടുവരെ, ചിലർ വായ വരെ, ചിലർ വിയർപ്പിൽ മുങ്ങിപ്പോകും. അപ്പോൾ മഹ്ശറയിൽ അർഷിൻ്റെ താഴെ ജനങ്ങളുടെ അമലുകളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങി നിൽക്കും മനുഷ്യർ. സൂര്യൻ ഒരു മൈൽ ദൂരത്താണ് കത്തി നിൽക്കുക. ചിലർ ഞെരിയാണി വരെ, ചിലർ മുട്ടുവരെ, ചിലർ നടുവരെ, ചിലർ വായ വരെ, ചിലർ വിയർപ്പിൽ മുങ്ങിപ്പോകും. അതാണ് മഹ്ശറയിലെ അവസ്ഥ. അവിടെയുള്ള ഒരു ദിവസത്തിന് 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമാണ്. മഹ്ശറയിലെ ഒരു ദിവസത്തിന് 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമാണ്. ആളുകൾ ദാഹിച്ച് വലയും. ഓരോ നബിമാർക്കും പ്രത്യേകം ഹൗലുണ്ടാകും. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗലാണ് ഹൗലുൽ കൗസർ. ചോദ്യം വരാറുണ്ട്, നമ്മുടെ നബിയുടെ ഹൗലിൻ്റെ പേരെന്ത്? ഹൗലുൽ കൗസർ. ഒരു മാസത്തെ സഞ്ചാര ദൈർഘ്യമാണ് അതിൻ്റെ വിസ്തൃതി. ഹൗലുൽ കൗസറിൻ്റെ വിസ്തൃതി എത്രയാണ്? ഒരു മാസത്തെ സഞ്ചാര ദൈർഘ്യമാണ്. പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ പാനീയമാണ് അതിലുള്ളത്. ഹൗലുൽ കൗസറിലെ പാനീയം എങ്ങനെയുള്ളതാണ്? പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ പാനീയമാണ്. അതിൽ നക്ഷത്രങ്ങൾ കണക്കെ കപ്പുകളുണ്ട്. ഹൗലുൽ കൗസറിലുള്ള കപ്പുകളുടെ എണ്ണം നക്ഷത്രങ്ങൾ കണക്കെയാണ്. അതിൽ നിന്ന് ഒരിക്കൽ കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഹൗലുൽ കൗസറിലെ പാനീയം കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അത് ലഭിക്കും. ഹൗലുൽ കൗസർ ലഭിക്കുന്നത് ആർക്കാണ്? ഹൗലുൽ കൗസർ ലഭിക്കുന്നത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അത് ലഭിക്കും. ഹൗലുൽ കൗസർ ലഭിക്കാത്തവർ ആര്? കപട വിശ്വാസികളും അവിശ്വാസികൾക്കും പുത്തൻവാദികൾക്കും ലഭിക്കുകയില്ല. കപട വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പുത്തൻവാദികൾക്കും ഹൗലുൽ കൗസർ ലഭിക്കുകയില്ല. അപ്പോൾ ടിക്ക് ദ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഇതിൽ ഏതെങ്കിലും ഓരോ ഓപ്ഷൻ ഉണ്ടാവും. ഹൗലുൽ കൗസർ ലഭിക്കാത്ത ഒരു വിഭാഗം കപട വിശ്വാസികൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവിശ്വാസികൾ ഉണ്ടാവും, പുത്തൻവാദികൾ. മനസ്സിലാക്കുക. ഹൗലുൽ കൗസർ കുടിക്കാൻ അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. ഉസ്താദ് ദുആ ചെയ്തു. നിറഞ്ഞ കണ്ണുകളോടെ എല്ലാവരും ആമീൻ പറഞ്ഞു. ശക്തമായ ചൂടുണ്ടാകും. ആളുകൾ തണലിന് വേണ്ടി കേഴും. അന്ന് 7 വിഭാഗത്തെ അല്ലാഹു തആല അർഷിൻ്റെ തണൽ നൽകി ആദരിക്കും. മഹ്ശറയിൽ ശക്തമായ ചൂടുണ്ടാകും. ആളുകൾ തണലിന് വേണ്ടിയിട്ട് കേഴും. പറഞ്ഞാൽ യാചിക്കും. അപ്പോൾ അല്ലാഹു തആല 7 വിഭാഗം ആളുകളെ അർഷിൻ്റെ തണൽ നൽകി ആദരിക്കും. ആരൊക്കെയാണ് ആ 7 വിഭാഗം ആളുകൾ എന്നാണ് നമ്മൾ താഴെ പറയുന്നത്. മനസ്സിലാക്കുക. നീതിമാനായ ഭരണാധികാരിക്ക് അല്ലാഹു തആല അർഷിൻ്റെ തണൽ നൽകും. ആരാധനയിൽ വളർന്നു വന്ന യുവാവിനും അല്ലാഹു തആല അർഷിൻ്റെ തണൽ നൽകി ആദരിക്കും. പള്ളിയുമായി ആത്മബന്ധമുള്ള വ്യക്തിക്ക് അല്ലാഹു തആല അർഷിൻ്റെ തണൽ നൽകി ആദരിക്കും. അല്ലാഹു തആലയുടെ പൊരുത്തത്തിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർ, അല്ലാഹു തആലയെ ഓർത്ത് കരയുന്നവർ, കുലീനയും സുന്ദരിയുമായ സ്ത്രീ വ്യഭിചാരത്തിന് ക്ഷണിച്ചപ്പോൾ അല്ലാഹു തആലയെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞവൻ, വളരെ രഹസ്യമായി സ്വതക്ക ചെയ്യുന്നവർ, ഈ 7 വിഭാഗം ആളുകൾക്കാണ് അല്ലാഹു തആല അർഷിൻ്റെ തണൽ നൽകി ആദരിക്കുക. അപ്പോൾ ഇത് നന്നായി പഠിക്കുക. ഇതിന് ഏതെങ്കിലും ഓപ്ഷൻ തന്നിട്ട് ഇവർക്ക് അർഷിൻ്റെ തണൽ ലഭിക്കുന്നവരിൽ പെട്ടതാണ് ഏത് ഓപ്ഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാലേ നമുക്ക് ടിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. മനസ്സിലാക്കി വെക്കുക.
അപ്പോൾ അർഷിൻ്റെ തണൽ ലഭിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പ്രസംഗത്തിന് ശേഷം ഉസ്താദ് ദുആ ചെയ്തു. അന ഫറത്തുക്കും അലൽ ഹൗലി, ഹൗലുൽ കൗസറിനരികെ നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ കാത്തു നിൽക്കും. മനസ്സിലാക്കുക. അപ്പോൾ ഹൗലുൽ കൗസർ ലഭിക്കുന്ന 7 വിഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അല്ലാഹു തആല നമ്മെ അവരിൽ ഉൾപ്പെടുത്തട്ടെ. നക്റവ നഫമു മനസ്സിലാക്കുക. പിന്നെ ലില്ലുൽ അർഷ്, അർഷിൻ്റെ തണൽ. അപ്പോൾ ഇതിൽ നിന്നുള്ള വേർഡുകളൊക്കെ മനസ്സിലാക്കുക. ഇനി നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. വർക്കിൽ ആദ്യം വരുന്നത് നുൻഷിൽ ജുംല, വാക്യം നിർമ്മിക്കാനാണ്. നക്ഷത്രങ്ങൾ കണക്കെ കപ്പുകളുണ്ട്. അഗാധബന്ധം എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത ബന്ധം, അഗാധബന്ധം. അപ്പം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അഗാധബന്ധം നിലനിർത്തുക, അടുത്ത ബന്ധം, നല്ല ശക്തമായ ബന്ധം എന്നൊക്കെ നമുക്കതിന് അർത്ഥം കാണാം. അപ്പം എന്താണ്? ഞങ്ങൾ തമ്മിൽ അഗാധമായ ബന്ധമുണ്ട്, അങ്ങനെ പറയാം. അടുത്തത് പരസ്പരം. എന്താണ്? എല്ലാവരും പരസ്പരം സഹകരിക്കണം. ആ പരസ്പരം എന്നുള്ള വാചകയിൽ ഉണ്ടായാൽ മതി. പരസ്പരം സഹകരിക്കണം, പരസ്പരം സഹായിക്കണം. അടുത്തതോ ക്ഷണിച്ചു. ഞാൻ കൂട്ടുകാരനെ വീട്ടിലേക്ക് ക്ഷണിച്ചു, ഞാൻ കൂട്ടുകാരിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു, അങ്ങനൊക്കെ എഴുതാം. പിന്നെന്താ? തോതനുസരിച്ച് പറഞ്ഞാൽ അളവനുസരിച്ച്, ജനങ്ങളുടെ അമലുകളുടെ തോതനുസരിച്ച് അങ്ങനെ എഴുതാം. അടുത്തത് മഹ്ശറയിലെ നൃത്തത്തെ കുറിച്ചിട്ട് നമുക്കിവിടെ എഴുതി കൊടുക്കണം. എന്താണ്? സൂര്യൻ 1 മൈൽ ദൂരത്ത് കത്തി നിൽക്കും. ഇവിടെ ഫസ്റ്റ് ഈ പറയുന്ന പാരഗ്രാഫ്. ജനങ്ങളുടെ അമലുകളെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങും. ചിലർ ഞെരിയാണി വരെ, ചിലർ മുട്ടുവരെ, ചിലർ നടുവരെ, ചിലർ വായ വരെ, ചിലർ വിയർപ്പിൽ മുങ്ങിപ്പോകും. മഹ്ശറയിലെ നൃത്തം. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ഹൗലുൽ കൗസറിനെ കുറിച്ചാണ് എഴുതേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗലിൻ്റെ പേരാണ് ഹൗലുൽ കൗസർ. 1 മാസത്തെ സഞ്ചാര ദൈർഘ്യമാണ് അതിൻ്റെ വിസ്തൃതി. പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ പാനീയമാണ് അതിലുള്ളത്. അതിൽ നക്ഷത്രങ്ങൾ കണക്കെ കപ്പുകളുണ്ട്. അതിൽ നിന്ന് ഒരിക്കൽ കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കി പഠിക്കുക. 5 വരിയിൽ കുറയാതെ ഹൗലുൽ കൗസറിനെ കുറിച്ച് എഴുതാൻ വന്നാൽ എഴുതണം. ആദ്യം പറഞ്ഞത് മഹ്ശറയിലെ നൃത്തത്തെ കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ അത് എഴുതണം. അടുത്തത് മഹ്ശറയിൽ അർഷിൻ്റെ തണൽ ലഭിക്കുന്നവർ ആരൊക്കെയാണ്? നമ്മളവിടെ 7 വിഭാഗം പറഞ്ഞു. അപ്പം അതിൽ നമ്മൾ 7 വിഭാഗം ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു പാഠഭാഗത്തിൽ. അപ്പം അത് ഇവിടെയൊക്കെ എഴുതുക. നീതിമാനായ ഭരണാധികാരി, ആരാധനയിൽ വളർന്നു വന്ന യുവാവ്, ബാക്കി അബ്ബാത്തുണ്ട്. അതൊക്കെ നോക്കിയിട്ട് അവിടേക്ക് പൂർത്തീകരിക്കുക. അടുത്തത് മഹ്ശറയിൽ ഹൗലുൽ കൗസർ ലഭിക്കാത്തവർ ആരാണ്? കപട വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പുത്തൻവാദികൾക്കും അത് ലഭിക്കുകയില്ല. ലഭിക്കുന്നവരാരാ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്നവർ. അപ്പം നമുക്ക് ലഭിക്കാത്തവരാണ് അവിടെ ചോദ്യം വന്നത്. അപ്പം എന്താണ് കേട്ടോ എഴുതേണ്ടത്? അടുത്തത് അർഷിൻ്റെ തണൽ ലഭിക്കാൻ നാം ചെയ്യേണ്ട 4 കാര്യങ്ങൾ എഴുതുക. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. അർഷിൻ്റെ തണൽ ലഭിക്കുന്നവരിൽ 7 വിഭാഗത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയതാ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ്? പള്ളിയുമായി ആത്മബന്ധം പുലർത്തണം. അല്ലാഹു തആലയുടെ പൊരുത്തത്തിന് വേണ്ടി പരസ്പരം സ്നേഹിക്കണം. പിന്നെന്താണ്? രഹസ്യമായി സ്വതക്ക ചെയ്യണം. പിന്നെ നീതിപരമായിട്ട് ഭരണം നടത്തണം. ഇങ്ങനെ 4 കാര്യങ്ങൾ നമുക്കവിടെ എഴുതാം. അടുത്തതെന്താണ്? അന്ത്യനാളിലെ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമാണ് അന്ത്യനാളിലെ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗലിൻ്റെ പേരെന്ത്? ഹൗലുൽ കൗസർ. ഹൗലിൻ്റെ പേര് ഹൗലുൽ കൗസർ എന്നാണ്. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, അധികം എക്സാമിന് ചോദിക്കാറുണ്ട്. മനസ്സിലാക്കി പഠിക്കുക. അടുത്തെന്താണ്? ഇമാമുൻ ആദിലുൻ. ഇവിടെ താഴെ തന്നതിൻ്റെ
അർത്ഥം ഏതാണാണ്. എന്താണ് ഇമാമുൻ ആദിൽ എന്ന് പറഞ്ഞാൽ? അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നീതിമാനായ ഭരണാധികാരി. അള്ളാഹു താല അർഷിനെ തണൽ നൽകി ആദരിക്കുന്ന 7 വിഭാഗങ്ങളെ പറഞ്ഞ്. അപ്പം അതിൽ 5 വിഭാഗത്തെയാണ് ഇവിടെ മനസ്സിലാക്കി തരുന്നത്. അടുത്ത് ഷാബുൻ നഷാ ഫി ഇബാദത്തില്ലാഹി, ആരാധനയിൽ വളർന്നു വന്ന യുവാവ്. അടുത്ത റജുലും കൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദി, എന്താണ് പള്ളിയുമായി ആത്മബന്ധമുള്ള വ്യക്തി. റജുലാനി തഹാബ ഫില്ലാഹി, അള്ളാഹു താലയുടെ പൊരുത്തത്തിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർ. റജുലുൻ ദക്കറല്ലാഹു ഖാലിയൻ ഫഫാലത്ത് ഐനാഹു, എന്താണ് അള്ളാഹു താലയെ ഓർത്ത് കരയുന്നവർ. അള്ളാഹു താലയെ ഓർത്ത് കണ്ണു നിറയ്ക്കുന്നവർ എന്നൊക്കെ അർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ ഇവിടെയൊക്കെ എഴുതുക. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ എക്സാമിനേക്ക് ഉൾപ്പെടുന്ന പാഠഭാഗമാണ്. 11 വരെയാണ് നിങ്ങൾക്ക് പാഠഭാഗം പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ ദുറൂസുൽ ഇസ്ലാം കഴിഞ്ഞ വർഷം 4ാം ക്ലാസ്സിൽ ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട് ബുക്കിൽ 6ാമത്തെ പാഠം മുതൽ 19ാമത്തെ പാഠഭാഗം വരെ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 5ാം ക്ലാസ്സിലെ ബുക്കിൽ. അപ്പോൾ അത് എക്സാമിന് എന്തായാലും വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം സെക്കൻഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് റിവിഷനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. റിവിഷൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, അയച്ചു തരാം. മെസ്സേജ് ചെയ്യുക, ഒക്കെ ഉപകാരപ്പെടുത്തുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.